കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തിനെയും അമ്മയെയും ക്ഷണിച്ചിരുത്തുകയാണ് രാഘവൻ നായരും സത്യഭാമയും. തുടർന്ന് വിഷ്ണുവിനോടും ശാലിനിയോടും രാഘവൻ നായർ പറയുന്നുണ്ട്, മുഹൂർത്തം കുറിക്കാനായിട്ട് രമണൻ പിള്ളയെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അത് സംസാരിക്കാനാണ് രോഹിത്തിനോട് അമ്മയും കൂട്ടി വരാൻ പറഞ്ഞത്. തിരക്കില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് പത്മാവതി അമ്മയുടെ അടുത്തേക്ക് ഇരിക്കാനായിട്ട് അമ്മയുടെ അടുത്തേക്ക് ഇരിക്കുന്ന സത്യഭാമ സുസ്മിതയോട് പറയുന്നുണ്ട്. അന്നേരം അമ്മയോ ഇവരോ ഈ പിശാചോ എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്. അന്നേരം രാഘവൻ നായരും പറയുന്നുണ്ട് സുസ്മിതയെ ഇരിക്കുന്നു. അന്നേരം സുസ്മിതയുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടിട്ട് വിഷ്ണുവിനും ശാലിനിക്കും അങ്ങ് ചിരി വരികയാണ്. തുടർന്ന് സത്യഭാമ ഒന്നുകൂടി കടുപ്പിച്ച് ഇരിക്കുക സുസ്മിത എന്ന് പറയുമ്പോൾ സുസ്മിത ഇരിക്കുകയാണ്. തുടർന്ന് മുഹൂർത്ത കാര്യം എന്നത്തേക്ക് കണിമംഗലം എന്നത്തേക്ക് കുറിച്ച് തന്നു എന്ന് സത്യഭാമ രമണൻപിള്ളയോട് ചോദിക്കുമ്പോൾ വ്യാഴാഴ്ചയാണ് നല്ല മുഹൂർത്തം എന്ന് പറയുകയാണ്. അന്നേരം വ്യാഴാഴ്ച മറ്റന്നാളല്ലേ എന്ന് പത്മാവതിയമ്മ ചോദിക്കുകയാണ്. അന്നേരമാണ് കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് സുസ്മിതയ്ക്ക് പെട്ടെന്നൊരു ബോധം വരുന്നത്. മറ്റന്നാളും എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അന്നേരം ആകെ പകച്ച് ടെൻഷൻ അടിച്ച് സുസ്മിത അങ്ങ് ഇരിക്കുകയാണ്. തുടർന്നാണ് പൊന്നി ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്. അന്നേരം സുസ്മിതയുടെ പരവേശവും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് രാഘവൻ നായർ പൊന്നിയോട് പറയുന്നുണ്ട്, പൊന്നി സുസ്മിതയ്ക്ക് ഒരു കോഫി കൊടുക്ക്, തൊണ്ട വരണ്ടിരിക്കുമ്പോൾ കോഫി നല്ലതാണെന്ന്. തുടർന്ന് പൊന്നി കൊടുക്കുമ്പോൾ സുസ്മിത അത് വാങ്ങുന്നുണ്ട്. തുടർന്ന് സുസ്മിത മറ്റന്നാളെന്ന് പറയുമ്പോഴെന്ന് പറഞ്ഞ് അതിന് തടയിടാനായിട്ട് ശ്രമിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുക്കങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി പത്മാവതിക്ക് എന്തെങ്കിലും ഒരുക്കങ്ങൾക്ക് സമയം വേണമെങ്കിൽ അത് പറയാം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്ന് പത്മാവതി പറയാൻ തുടങ്ങുമ്പോൾ ഒരു തടസ്സവും ഇല്ലാന്ന് പെട്ടെന്നങ്ങ് ചാടിക്കേറി രോഹിത്ത് പറയുകയാണ്. അന്നേരം കാലമാടാന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് സുസ്മിത. തുടർന്ന് സത്യഭാമ പറയുകയാണ്, സരള അവരുടെ ബന്ധുക്കളുടെയും കൂട്ടി ഇവിടത്തേക്ക് എത്തും. ഇവിടുത്തെ മുറ്റത്ത് തന്നെ ഒരു പന്തലിടാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരുക്കങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ബന്ധുക്കളെ മാത്രം വിളിച്ച് കല്യാണം നടത്താം. പിന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു റിസപ്ഷൻ ഓഡിറ്റോറിയത്തിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇരുന്ന് സംസാരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, പ്രത്യേകിച്ച് ഒരുക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഭക്ഷണം കാറ്ററിംഗ് ആരും നോക്കിക്കോളും, ബാക്കിയെല്ലാം ഇവന്റ് മാനേജ്മെൻറ്റ് നോക്കിക്കോളും എന്ന് രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്നും എത്ര ആൾക്കാർ വരും എന്നുള്ളത് കൂടി പറയണം. പിന്നെ തലേ ദിവസമേ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും പറയുകയാണ്. അന്നേരം അടുത്ത ബന്ധുക്കളായിട്ട് ഞങ്ങൾക്കങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, ഒരു 10-20 പേര് കാണും, അത്രയേ ഉള്ളൂ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് പോട്ടെ മോളെ എന്നൊക്കെ സ്നേഹത്തോടു കൂടി സുസ്മിതയോട് പത്മാവതി ചോദിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് രോഹിത്തിനെയും കൂട്ടി പത്മാവതിയും രോഹിത്തും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിങ്ങളോടിനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ എന്ന് വിഷ്ണുവിനോടും ശാലിനിയോടും ഭാമ ചോദിക്കുകയാണ്. അന്നേരം വേണ്ട, ഞങ്ങൾ എത്തിക്കോളാമെന്ന് വിഷ്ണു പറയുകയാണ്. തുടർന്ന് പ്രീതി, അവളെ ഞാനിനി പ്രത്യേകം ക്ഷണിക്കണമെന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം വേണ്ട സത്യാമ്മ നാളെ എന്തായാലും രാമായണ പൂജയ്ക്ക് വരികയല്ലേ, അപ്പോൾ പ്രീതിയെ ക്ഷണിക്കാം, ഒപ്പം അർജുനേട്ടനെയും ക്ഷണിക്കാമെന്ന് ശാലിനി ഇങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ ഞാൻ എൻ്റെ മകളുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ആരുടെയും കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇത്തരം ചെറിയ പിണക്കങ്ങൾ ഇനി വച്ചുകൊണ്ടിരിക്കണോ ഭാമയെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ അതൊന്നും സംസാരിക്കാൻ പറ്റിയ സന്ദർഭമല്ല, രാഘവേട്ടനൊന്നും മിണ്ടാതിരിക്കുക എന്ന് ഭാമ പറയുകയാണ്. അന്നേരം ആ വിഷയം മാറ്റാനായി എന്തായാലും സുസ്മിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ എന്ന് വിഷ്ണു ഇങ്ങനെ ചിരിച്ചു പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ്. അതെന്താ, ഞാൻ അവളെ കഴുത്തിൽ കയറ് കെട്ടി കയത്തിലേക്കോ മറ്റോ താക്കുകയാണോ, അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതിലും ഭേദം അതായിരുന്നു എന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, അമ്മ ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, കഴിഞ്ഞ 2 തവണയും ഞാൻ കാരണമാണല്ലോ സുസ്മിതയുടെ വിവാഹം മുടങ്ങിയത്, ആ ഒരു മനോവിഷയം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ മറിയായിരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വിഷ്ണു പെട്ടെന്ന് പറഞ്ഞങ്ങ് ഒപ്പിക്കുന്നുണ്ട്. അന്നേരം അത് കേട്ടിട്ട് രാഘവൻ നായർക്ക് ശാലിനിക്കും ചിരി വരികയാണ്. സത്യഭാമ അത് വിശ്വസിക്കുന്നുമുണ്ട്. തുടർന്ന് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയും രാഘവൻ നായരോടും ഭാമയോടും ഒക്കെ യാത്ര പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ്. വാതിൽക്കൽ എത്തുന്ന ശേഷം വിഷ്ണു ശാലിനിയും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. വിഷ്ണുവിന് അങ്ങ് അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ സങ്കടമാണ്. രാഘവൻ നായർക്കും അതേ അവസ്ഥയാണ്. പിന്നീട് അവർ അവിടെ നിന്നും പോവുകയാണ്. തുടർന്ന് സുസ്മിതയോട് ചോദിക്കുകയാണ്, അല്ല കല്യാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിൻ്റെ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ആ ചായക്കപ്പ് ടീപ്പോയുടെ പുറത്തേക്ക് വെച്ചിട്ട് സുസ്മിത അങ്ങ് ദേഷ്യഭാവത്തോടു കൂടി അങ്ങ് പോവുകയാണ്. അന്നേരം അവളെന്താ അങ്ങനെ പോയത് രാഘവേട്ടാന്ന് ഭാമ തിരക്കുമ്പോൾ മനസ്സിങ്ങനെ നിറഞ്ഞ് തുളുമ്പുമ്പോൾ ചിലർക്ക് വാക്കുകളൊന്നും കിട്ടില്ല, സന്തോഷം കൊണ്ടാണ് ഭാമയെന്ന് രാഘവൻ നായർ പറയുകയാണ്. ഓ അതാണോ കാര്യം എന്ന് പറഞ്ഞ് ഭാമ ആ സംസാരം ഒഴിവാക്കുകയാണ്.
ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്, സത്യമ്മ എന്തായാലും പൂജയ്ക്ക് വരുമെന്ന് പ്രീതി കരുതില്ല, കയ്യോടെ സന്തോഷം വിളിച്ചറിയിക്കാമെന്ന്. അന്നേരം പറയാനായിട്ട് വിഷ്ണു പറയുമ്പോൾ ശാലിനി പ്രീതിയെ ഫോൺ ചെയ്തിട്ട് സത്യമ്മ പൂജയ്ക്ക് വരാമെന്ന് സമ്മതിച്ചു എന്ന് പറയുകയാണ്. അന്നേരം പ്രീതിക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളാൻ പറയുമ്പോൾ എല്ലാം കഴിയാറായി. പിന്നെ ഏത് വിഗ്രഹമാണ് വയ്ക്കേണ്ടത് എന്നിങ്ങനെ പ്രീതി ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ഇവരിങ്ങനെ മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ സുസ്മിത ഉമ്മറത്ത് നിന്ന് കേൾക്കുകയാണ്. അന്നേരം ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം വച്ചാലോ എന്ന് ശാലിനി ഇങ്ങനെ പ്രീതിയോട് ചോദിക്കുകയാണ്. അന്നേരം പ്രീതി ഇങ്ങനെ ആലോചിച്ച് ഫോണിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പൊന്നു മണക്കൂസേ, രാമായണ പൂജയ്ക്ക് ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിഗ്രഹം അല്ലാതെ വേറെ എന്താണ് വയ്ക്കുന്നത്? നിൻ്റെ വയറ്റിലൊരു ഉണ്ണിക്കണ്ണനില്ലേ, അതുപോലുള്ള വിഗ്രഹം വെക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് സുസ്മിത പെട്ടെന്ന് കേൾക്കുകയാണ്. അന്നേരം അത് കേട്ടിട്ട് സുസ്മിത ചിന്തിക്കുകയാണ്, അപ്പോൾ പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞു മരിച്ചില്ലേ, അബോർഷനായി എന്ന് പറഞ്ഞത് സത്യമാണ്, അപ്പോൾ ഇപ്പോൾ കുഞ്ഞുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. എന്തായാലും ശാലിനി ഇത് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മനസ്സിൽ തട്ടി പറഞ്ഞത് തന്നെയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് സുസ്മിത അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഫോൺ വെച്ച ശേഷം വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, അമ്മയെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് രോഹിത് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ രോഹിത് ബൈക്കിൽ അവിടേക്ക് വരികയാണ്. തുടർന്ന് വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, രോഹിത്തിനോട് നമുക്കൊരു ലിഫ്റ്റ് ചോദിച്ചാലോ എന്ന്. ഞാനിവിടെ വണ്ടി ഇട്ടിട്ട് പോയതിൽ അമ്മയ്ക്ക് ചെറിയൊരു നീരസമുണ്ട്, ഇപ്പോൾ പിണക്കങ്ങളൊക്കെ മാറിയില്ലേ എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം അത് വേണോന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ മടിച്ചു വയ്ക്കുകയാണ്, നമുക്കൊരു ഓട്ടോ പിടിച്ച് പോയാൽ പോരെ എന്ന്. അന്നേരം സാരമില്ല ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ രോഹിത് അടുത്തേക്ക് വരികയാണ്. എന്താ രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല ഞങ്ങൾ രോഹിത്തിനോട് ഒരു ലിഫ്റ്റ് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന് വിഷ്ണു ഇങ്ങനെ പറയുകയാണ്. അന്നേരം അതിനെന്താ, നിങ്ങളുടെ സ്വന്തം വണ്ടിയല്ലേ, വാ വന്ന് കയറ് എന്ന് പറയുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ, കയറ് കുഴപ്പമില്ല, അമ്മയ്ക്ക് സന്തോഷമാകത്തേ ഉള്ളൂ എന്ന് വിഷ്ണു പറയുകയാണ്. ഇതേസമയം ആ കാറിൻ്റെ പുറകിലേക്ക് സുസ്മിത വരുന്നുണ്ട്. എന്നിട്ട് സുസ്മിത കരുതുകയാണ്, ശാലിനി പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഇവരുടെ കൂടെ ഈ കാറിൽ പോകുന്നതാണ് നല്ലത്, അപ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ബാക്ക് ഡോർ തുറന്ന് സുസ്മിത കാറിലേക്ക് കയറുന്നുണ്ട്. അതറിയാതെ വിഷ്ണു ശാലിനിയും രോഹിതും കൂടി വണ്ടി എടുത്ത് പോവുകയാണ്. തുടർന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്, ആദ്യം എങ്ങോട്ടാണ് ബ്രോ പോകേണ്ടതെന്ന്. അന്നേരം രാമായണ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം, ബസാറിലേക്ക് പോകാമെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ബസാറിലേക്ക് പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഇവർ പറയാതിരിക്കില്ല, എനിക്കിങ്ങനെ ഇവിടെ പതുങ്ങിയിരിക്കാൻ വയ്യാന്നൊക്കെ വളരെ പാടുപെട്ട് ബാക്കിൽ ഇവിടെ ഇരിക്കുന്ന സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് കുറേ നേരം ആരും സംസാരിക്കാതിരിക്കുമ്പോൾ ഇവരെന്താ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ തല പൊക്കി നോക്കുകയാണ്. അന്നേരം സാരിയും മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കുന്ന ശാലിനി പെട്ടെന്ന് ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ സുസ്മിതയുടെ തല കാണുകയാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ സുസ്മിതയാണ് അതെന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നേരം പൂച്ചെടിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ഇവൾ ഇതിനകത്ത് കയറിയിരുന്ന് എന്ത് കോമാളിത്തരം കാണിക്കാനാണ്? ഇവൾക്കിനി ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയണമായിരിക്കും, ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുകയാണ്, അല്ല വിഷ്ണുവേട്ടാ, രോഹിത്തിനോട് മറ്റേ ആളെ കാണുന്ന കാര്യം പറഞ്ഞായിരുന്നോ എന്ന്. അന്നേരം ഇതൊന്നും അറിയാത്ത വിഷ്ണു, ആരെയാ താൻ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത എന്തായാലും അയാളെ കണ്ടെത്താനായിട്ട് പാടില്ല, അയാൾ വിചാരിച്ചാൽ ഈ കല്യാണവും മുടങ്ങിപ്പോവും, രോഹിത്തിനെ കൊണ്ട് അയാളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കണം എന്ന് പറയുകയാണ്. ഈ കാരണത്ത് നമ്മൾ മൂന്നുപേരും മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അയാളെക്കുറിച്ച് സുസ്മിത ഒരിക്കലും അറിയരുത് എന്നൊക്കെ ശാലിനി അങ്ങ് തകർത്ത് അഭിനയിച്ച് പറയുകയാണ്. അന്നേരം വിഷ്ണുവും രോഹിത്തും അങ്ങ് വാവിളിച്ച് നിൽക്കുകയാണ്, ശാലിനി എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ആലോചിച്ച്. അതേസമയം ബാക്കിൽ ഡോറിൽ ഇങ്ങനെ ഡിക്കിലിങ്ങനെ ചാരി കിടക്കുന്ന സുസ്മിത കരുതുകയാണ്, അതാരാ ഇപ്പോൾ ഇങ്ങനെ പുതിയൊരാൾ, അയാൾക്ക് കല്യാണം മുടക്കാൻ പറ്റുമോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. ഇതൊരു തുറപ്പ് ചീട്ടാണല്ലോ, ജീവൻ കൊടുത്തും അയാളെ കണ്ടെത്തണം എന്നിങ്ങനെ സുസ്മിത കരുതുകയാണ്. അന്നേരം ഇയാൾ കാര്യം വ്യക്തമായിട്ട് പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം പറയാം, വണ്ടി ഒന്ന് നിർത്തിക്കുകയെന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് രോഹിത്തിനോടും വിഷ്ണുവിനോടും ഇറങ്ങാൻ പറയുകയാണ്. ഇറങ്ങിയ ശേഷം താൻ എന്തായി പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം നിങ്ങളിപ്പോൾ കാറിനകത്തേക്ക് നോക്കരുത്, അതിനകത്ത് സുസ്മിത ഇരിപ്പുണ്ട്, നമ്മളിൽ നിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാനുള്ള ഭാവമാണ് അവൾക്ക്, എലിപ്പെട്ടിയിൽ കുടുങ്ങിയതുപോലെയാണ് ഇപ്പോൾ അവളുടെ അവസ്ഥ, അപ്പോൾ തിരിച്ചൊരു നല്ലൊരു ഉഗ്രം പണി അവൾക്ക് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ പ്ലാൻ രോഹിത്തിനോടും വിഷ്ണുവിനോടും പറയുകയാണ്. അത് കേൾക്കുമ്പോൾ വിഷ്ണു അങ്ങ് കൈയിടിച്ച് പാസ്സാക്കുകയാണ്. തുടർന്ന്
ഡൺ എന്നും പറഞ്ഞിട്ട് രോഹിത്തും വിഷ്ണുവും കൂടി പരസ്പരം കൈയടിക്കുകയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ തിരികെ കാറ് കയറാനായിട്ട് പോവുകയാണ്. അതേസമയം സുസ്മിത കരുതുകയാണ് എന്തോ കാര്യമായിട്ടുള്ള പ്ലാൻ ആണല്ലോ, എന്തായാലും ഞാനിത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് സുസ്മിത ബേക്കിൽ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് രോഹിത് മാത്രം വണ്ടിയിലേക്ക് കയറുകയാണ്. വിഷ്ണുവും ശാലിനിയും കയറുന്നില്ല. അന്നേരം ഒരു ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് ഒരു ഡോർ മാത്രമേ അടഞ്ഞല്ലോ, അപ്പോൾ അവർ കയറിയില്ലേ എന്ന് സുസ്മിത ഇങ്ങനെ എത്തി നോക്കുകയാണ്. അന്നേരം രോഹിത് മാത്രം കയറി വണ്ടി എടുത്ത് പോവുകയാണ്. അവർ കയറിയില്ലെങ്കിൽ കയറണ്ട, ഇവൻ ആരെയാണ് കാണാൻ പോകുന്നതെന്ന് എന്തായാലും കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് സുസ്മിത ഇരിക്കുകയാണ്. അതേസമയം വണ്ടി പോകുന്നത് കണ്ടിട്ട് വിഷ്ണു ശാലിനി നോക്കിയിരിക്കുകയാണ്. വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് സുസ്മിതയ്ക്ക് ഇനി ശുഭയാത്രയെന്ന്. അപ്പോൾ ശാലിനി ശരിവയ്ക്കുകയാണ്, അതെ ഈ യാത്ര അവളിനി ഒരിക്കലും മറക്കില്ല എന്ന്. അതേസമയം വണ്ടി ഓടിച്ചു പോകുന്ന രോഹിത് ഇങ്ങനെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന സുസ്മിതയുടെ കാലുകൾ മാത്രം കാണുകയാണ്. തുടർന്ന് എന്തോ ആ ശാലിനി പറഞ്ഞ പ്ലാൻ വർക്കൗട്ട് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് രോഹിത്. ഇനി സുസ്മിതയ്ക്കുള്ള പണി എന്താണ് രോഹിത് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. ശാരദാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ട സുസ്മിത ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വരും എപ്പിസോഡുകളിൽ അറിയാം. ഓക്കെ, താങ്ക്